നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധം ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചപ്പോൾ പിണറായി സർക്കാരിലെ മന്ത്രിപ്പട തകർന്നടിഞ്ഞു. പിണറായി വിജയന്റെ വിശ്വസ്തരും മന്ത്രിസഭയിലെ പ്രമുഖരുമായ 13 മന്ത്രിമാരാണ് ജനവിധിയിൽ അമ്പേ പരാജയപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ PM മുഹമ്മദ് റിയാസും ഉൾപ്പെടെ 7 പേർ മാത്രം ജയിച്ചു കയറിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ പല കോട്ടകളും തകർന്നു വീണു. ന്യൂനപക്ഷ വോട്ടുകളുടെ വൻതോതിലുള്ള ഏകീകരണവും ശക്തമായ പിണറായി വിരുദ്ധ വികാരവുമാണ് UDFന് ഈ അവിശ്വസനീയമായ വിജയം സമ്മാനിച്ചത്. മന്ത്രിസഭയിൽ പിണറായി വിജയന്റെ കടുത്ത വിശ്വസ്തരായി അറിയപ്പെട്ടിരുന്ന പലരും പരാജയപ്പെട്ടത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ്. എന്നാൽ പാർട്ടിയുടെ ഉറച്ച കോട്ടയായതിനാൽ മുഹമ്മദ് റിയാസ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. CPIയുടെ 4 മന്ത്രിമാരിൽ 3 പേരും ജയിച്ചു കയറിയപ്പോൾ J. ചിഞ്ചുറാണിക്ക് കാലുടറി. K. രാജൻ, GR അനിൽ, P. പ്രസാദ് എന്നിവരാണ് ജയിച്ചത്. ഏറ്റവും മികച്ച മന്ത്രിയെന്ന് രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ വിലയിരുത്തിയ KB ഗണേഷ് കുമാർ പോലും പത്തനാപുരത്ത് തോൽവി ഏറ്റുവാങ്ങിയത് ഭരണത്തോടുള്ള ജനരോഷത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. റോഷി അഗസ്റ്റിൻ, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, KB ഗണേഷ് കുമാർ, V. അബ്ദുറഹിമാൻ, J. ചിഞ്ചുറാണി, MP രാജേഷ്, OR കേളു, P. രാജീവ്, V. ശിവൻകുട്ടി, VN വാസവൻ, വീണ ജോർജ് എന്നിവരാണ് തോറ്റ മന്ത്രിമാർ. പിണറായി വിജയൻ, K. രാജൻ, GR അനിൽ, KN ബാലഗോപാൽ, PM മുഹമ്മദ് റിയാസ്, P. പ്രസാദ്, സജി ചെറിയാൻ എന്നിവരാണ് ജയിച്ച മന്ത്രിമാർ. മന്ത്രി കൃഷ്ണൻകുട്ടി ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിൽ ഇടത് സ്ഥാനാർത്ഥി തോറ്റു. പിണറായി വിജയന്റെ ശൈലിയോട് പലപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിച്ചും തങ്ങളുടേതായ വഴിയിൽ സഞ്ചരിച്ചവരുമാണ് ജയിച്ചവരിൽ ഭൂരിഭാഗവും. ധനമന്ത്രി KN ബാലഗോപാലും സജി ചെറിയാനും വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് ജയിച്ചു കയറി. എന്നാൽ സർക്കാരിന്റെ മുഖമായിരുന്ന വീണ ജോർജും V. ശിവൻകുട്ടിയും P. രാജീവും തോറ്റത് ഭരണകൂടത്തിനേറ്റ വലിയ തിരിച്ചടിയാണ്. കണ്ണൂരിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമെല്ലാം UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല കുത്തക സീറ്റുകളും നഷ്ടപ്പെട്ടു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും അഴിമതി ആരോപണങ്ങളും കടുത്ത പിണറായി വിരുദ്ധതയുമാണ് ഈ വലിയ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. മന്ത്രിസഭയിലെ പകുതിയിലധികം പേരും പുറത്തായതോടെ കേരള രാഷ്ട്രീയത്തിൽ ഇനി വലിയ അഴിച്ചുപണികൾക്കും പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിനും വഴിയൊരുങ്ങുമെന്നുറപ്പാണ്. പരാജയപ്പെട്ട LDF കേന്ദ്രങ്ങൾ കനത്ത ആത്മപരിശോധനയിലാണ്. പിണറായിത്തോടുള്ള കടുത്ത വിയോജിപ്പും ഭരണത്തോടുള്ള ജനരോഷവും ബാലറ്റിൽ പ്രതിഫലിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെല്ലാം വീണുപോയി എന്നതാണ് വസ്തുത. മന്ത്രിസഭയിൽ പിണറായിയുടെ ശൈലിയോട് കലഹിച്ചും വഴിമാറി സഞ്ചരിച്ചു നിന്ന ചിലർക്ക് മാത്രമാണ് ജനപിന്തുണ നിലനിർത്താനായത്. അതേസമയം ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ മത്സര രംഗത്തുണ്ടായ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കടന്നുപോയത്. 2020 സ്ഥാനാർത്ഥികളായും മറ്റ് പ്രധാന മുന്നണികളിൽ നിന്നുമൊക്കെയായി നിരവധി സിനിമ, ടെലിവിഷൻ താരങ്ങളായിരുന്നു ഇക്കുറി മത്സര രംഗത്തുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുതൽക്ക് ഏറ്റവും കൂടുതൽ ചർച്ചയായതും ശ്രദ്ധയാകർഷിച്ചതും ഇവരുടെ പ്രചരണ രീതികളും തന്ത്രങ്ങളും ഒക്കെയായിരുന്നു. എന്നാൽ ഇന്ന് ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഇവരെയൊക്കെ തന്നെ ജനങ്ങൾ നിർദാക്ഷിണ്യം തള്ളിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പാലക്കാട്ടെ രമേഷ് പിഷാരടിയുടെ വിജയം മാത്രമാണ് ഇതിനൊരപവാദം. കനത്ത പരാജയമാണ് ഒട്ടുമിക്ക താരസ്ഥാനാർത്ഥികളും ഏറ്റുവാങ്ങിയത്. പ്രചാരണ വേളയിൽ വലിയ ആവേശം ജനിപ്പിച്ച താരസ്ഥാനാർത്ഥികളിൽ പലരും ഫലത്തിൽ 3ാം സ്ഥാനത്തൊതുങ്ങി. തൃപ്പൂണിത്തുറയിൽ 2020 വേണ്ടി മത്സരത്തിനിറങ്ങിയ അഞ്ജലി നായരും കനത്ത പരാജയം ഏറ്റുവാങ്ങി. 24,234 വോട്ടുകളാണ് താരം നേടിയത്. കുണ്ടറ മണ്ഡലത്തിൽ ജനവിധി തേടിയ BJP താരസ്ഥാനാർത്ഥി റോബിൻ രാധാകൃഷ്ണനും പരാജയപ്പെട്ടു. 18,395 വോട്ടുകളാണ് മണ്ഡലത്തിൽ താരം നേടിയത്. 2020 സ്ഥാനാർത്ഥികളായ ആതിര D. നായർ ഏറ്റുമാനൂരും അഖിൽ മാരാർ തൃക്കാക്കരയും പരാജയപ്പെട്ടു. ആതിര 12,975 വോട്ടുകൾ നേടിയപ്പോൾ അഖിൽ മാരാർ 21,424 വോട്ടുകളാണ് സ്വന്തമാക്കിയത്. മണ്ഡലത്തിൽ കനത്ത മത്സരം കാഴ്ചവെക്കാനും ഇരുവർക്കും സാധിച്ചു.